ഹായ് വെൽക്കം ടു റെട്രോ കാർത്തികൻ. ഇപ്പോൾ ഓണമായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. വീഡിയോസൊന്നും ഒരു ഇൻ്റർവ്യൂവിൽ വന്നു പോയി. അപ്പം വിലായത് ബുദ്ധ ഈ ഓണത്തിന് ഒരു ടീസർ ഇറങ്ങി. ഈ സിനിമ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. കാരണം ഇത് വിലായത് ബുദ്ധ എന്ന പേരിൽ GR ഗോപൻ എഴുതിയ പുസ്തകം അത് കുറച്ച് നാൾ മുന്നേ വായിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായി. അപ്പോൾ കുറച്ച് നാളുകളായി വായിച്ചിട്ട്. അപ്പോൾ ആ വായിച്ച സമയത്ത് തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് തിയേറ്ററിൽ എങ്ങനെ വരുമ്പോൾ അത് ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം എൻ്റെ പേഴ്സണലി എൻ്റെ ഫേവററ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ഫിലിം മേക്കറായിട്ടുള്ള സച്ചി, അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയായിരുന്നു വിലായത് ബുദ്ധ. കൺസെപ്റ്റ് അതങ്ങനെ ഒരു വർക്ക് ചെയ്ത് അദ്ദേഹം അനൗൺസ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അത് പറഞ്ഞ് ഇത് വെളിപ്പെടുത്തിയ സമയത്ത് ഒരു പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വേർഷൻ ഈ സിനിമ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നുള്ളൊരു ഒരു എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടുപോയത് കൊണ്ട് ഇനി അത് ആ ഒരു വേർഷൻ എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കില്ല. അദ്ദേഹത്തിനോടുള്ള ഒരു ആദരസൂചകമായിട്ട് തന്നെയാണ് പിന്നീട് ഈ പ്രോജക്റ്റ് അസോസിയേറ്റ് ആയിട്ടുള്ള ജയൻ നമ്പി ഏറ്റെടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്തത്. അങ്ങനെ ഇതിൻ്റെ ടീസർ ഇറങ്ങി. ടീസർ റിയാക്ഷനിലേക്ക് വരാം. വിലായത് ബുദ്ധയിലേക്ക് വരുമ്പോൾ ആ ടീസറിൽ കണ്ട എക്സ്പീരിയൻസ് ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോട്ടലി ഇതൊരു മാസ് ഇതിലാണ് ടീസറിന് മൊത്തത്തിൽ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ കിട്ടിയൊരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫീൽ, ആ ഫീൽസ് ഇല്ലാതായതുപോലെ തോന്നിപ്പോയി. കാരണം ഭാസ്കരൻ എന്ന് പറയുന്ന കഥാപാത്രവും ഡബിൾ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രവും അവർ തമ്മിലുള്ള ഒരു ക്ലാഷും മറ്റു കാര്യങ്ങളൊക്കെയാണ് പ്രധാന ഇതിവൃത്തം. നിങ്ങൾ ബുക്ക് വായിച്ചവർക്കറിയാം. ഫീലില്ല. മൊത്തത്തിലൊരു എന്താ പറയുക, നേരത്തെ കണ്ടിട്ടുള്ള സിനിമകളായിട്ടുള്ള എനിക്ക് കൂടുതലും പേഴ്സണലി ഫീൽ ചെയ്തത് കാന്താര, പുഷ്പ, പിന്നെ ഇതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് പൃഥ്വിരാജിൻ്റെ ഡബിൾ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രം സോമേഷനുമായിട്ട് നിൽക്കുന്നത്, കൈദിയിലെ ദില്ലി നിൽക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തത്. ഇതൊക്കെ ഒരു റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് തോന്നിയത്. ഈ സിനിമ ഇറങ്ങുമ്പോൾ അറിയാം ഇതിനകത്ത് ഈ പറഞ്ഞ ബുക്കിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ബുക്ക് സിനിമയിലോട്ടാക്കുമ്പോൾ അതിനകത്തുള്ള ക്യാരക്ടർ സംസാരിക്കുന്ന ഡയലോഗ്സിനായാലും ശരി, മറ്റു കാര്യങ്ങളായാലും ശരി, ഒരു ട്രിം ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അപ്പം ടീസറിൽ അത് കാണണമെന്നില്ല, ചിലപ്പോൾ ഒരു ട്രെയിലറിൽ കുറച്ച് കണ്ടെന്ന് വരാം. പിന്നീട് നമ്മൾ സിനിമയിലേക്ക് പോകും. ടീസർ കണ്ടപ്പം ഈ ഒരു മീറ്റർ മാറാൻ പോകുന്നില്ല എന്നാണ് തോന്നിയത്. കാരണം മീറ്റർ ഇത് തന്നെ ആയിരിക്കും, ടീസറിലുള്ള മീറ്റർ തന്നെ ആയിരിക്കും സിനിമയുടെ ടോട്ടൽ ഫീൽ വരിക. സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഫീൽ ചെയ്തില്ല. എല്ലായിടത്തും പൃഥ്വിരാജ് എന്ന് പറയുന്ന കഥാപാത്രം, ഡബിൾ മോഹൻ എന്ന് പറയുന്ന കഥാപാത്രം നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പം ഒരു ഇമ്പാക്റ്റും തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഈ റീസെൻ്റ്ലി കണ്ട സിനിമകളിലുള്ളത് പോലെ തന്നെ ഒരു സ്ഥിരം മസിൽ പിടുത്തം, അല്ലെങ്കിൽ സാധാരണക്കാരനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ്, ആ ഒരു മീറ്റർ തന്നെയാണ് ഇതിനകത്ത് ഫീൽ ചെയ്തത്. പേഴ്സണലി അദ്ദേഹത്തിലെ ഒരു ആക്ടർ അതിൻ്റെ ഒരു കാലിബർ കൊണ്ടുവന്നുള്ള കഥാപാത്രങ്ങൾ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. മുംബൈ പോലീസിലെ ആൻ്റണി മോസസ്, മെമ്മറീസിലെ സാം, അയാൾ ഞാനും തമ്മിലുള്ള രവി തരകൻ, പിന്നെ ഡബിൾ ബാരലിലെ കഥാപാത്രം, ആൻഡ് അയ്യപ്പനും കോശി കുര്യൻ. കാലയളവ് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പെർഫോമൻസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മാസ് ഫീലുള്ള സിനിമകൾ ഉണ്ടാവും, മറ്റ് സിനിമകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടർ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് എത്രത്തോളം അദ്ദേഹത്തിനൊരു അങ്ങനെ ഒരു സ്കോപ്പ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു കഥാപാത്രമൊന്നും ഈവൻ ആടുജീവിതം പോലും എനിക്ക് ഒരു വലിയ വർക്കായിട്ട് തോന്നിയിട്ടില്ല. പെർഫോമൻസ് ആയിട്ട് ഇപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ല നജീബ് എന്ന് പറയുന്ന കഥാപാത്രമൊന്നും. എൻ്റെ പേഴ്സണലുള്ളൊരു ഒപ്പീനിയനാണ്. ഇനി ഇതിനകത്ത് എത്ര കമൻറ്റുകൾ വന്നാലും ശരി, ഈ അഭിപ്രായം മാറാൻ പോകുന്നില്ല, മാറ്റാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒരു സംഭവം തോന്നിയത്. അപ്പോൾ ടീസറിനകത്തും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് ഈ 5 സിനിമകളല്ലാതെ ബാക്കി ഒരു സിനിമകളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പെർഫോമൻസ്, ബാക്കിയുള്ള എല്ലാ ഒരു മസിൽ പിടുത്തവും അല്ലെങ്കിൽ ഒരു മാസ് അങ്ങനെ ഒരു സംഭവങ്ങളായിട്ടാണ്. ഇതൊക്കെ വേണം, പക്ഷേ എന്നിരുന്നാൽ പോലും അതിങ്ങനെ റിപ്പീറ്റേറ്റീവായിട്ട് വരുന്നുണ്ട്. ഈ റീസെൻ്റ്ലി ഇറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലുള്ള ഡയലോഗുകളിലുള്ള ഒരു ബലമെടുത്തവും എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് ടീസറിനകത്ത് കണ്ടപ്പോഴും അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് സിനിമയിൽ അത് നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ഷമീത്തിലെ ക്യാരക്ടർ അത് അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും അതിനകത്തുണ്ട്. അപ്പം അതെന്തായാലും നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ പെർഫോമൻസ്, അത് നായിക ആ ഡയലോഗ് പറയുന്ന ഡെലിവറിയൊക്കെ ഭയങ്കര അമച്വറിഷായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കാരണം ഇതിൻ്റെ ഒരു 2 ടെക്നിക്കൽ സൈഡ് എന്തായാലും നല്ല രീതിയിൽ നമുക്കൊരു എന്താ പറയുക, ഒരു നല്ലത് തന്നെ പ്രതീക്ഷിക്കാവുന്ന 2 ടെക്നീഷ്യൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒന്ന് എഡിറ്റിംഗ് ഡൺ ബൈ ശ്രീജിത്ത് സാരംഗ്, മ്യൂസിക് ഡൺ ബൈ വൺ ആൻഡ് ഓൺലി ജെയ്ക്സ് ജോയ്.
ഇവർ രണ്ടുപേരുടെയും സൈഡ് നന്നായിട്ട് തന്നെ ഇതിനകത്ത് ഉണ്ടാവും. ആ കട്ട്സ് കാണുമ്പോഴും ആ കട്ട്സിൻ്റെ ഒഴുക്കായാലും പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു സംഭവമായാലും ശരി, ഈ രണ്ട് സൈഡും അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. കാരണം സിനിമ ഇറങ്ങുമ്പം അവരുടെ ജോലി അവർ നന്നായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇനി സിനിമ ഇറങ്ങാൻ പോവാണ്. സിനിമ ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് കണ്ടറിയാം. നല്ല സിനിമയാവട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. നല്ലത് പ്രതീക്ഷിക്കാം. ബൈ. റെട്രോ കഥയും.